CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ സഹായത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം ജനതയ്ക്ക് വീടൊരുക്കാൻ മണ്ണാർക്കാട് നഗരസഭ. ആരുടെയും അനുമതി കാക്കാതെ 165 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഓരോ വാർഡിലും 5 വീടുകൾ വീതം നിർമ്മിച്ച് 4 ലക്ഷം രൂപ വീതം പൂർണ്ണമായും നഗരസഭ തന്നെ വഹിക്കും. ചേനയ്ക്ക് അർഹമായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ആലിപ്പറമ്പിലെ കർഷകർ ഇക്കാര്യത്തിൽ പ്രയാസത്തിലാണ്. കച്ചവടക്കാർ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അർഹമായ വില നൽകാൻ തയ്യാറാവണമെന്ന് ചേന സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് തച്ചമ്പാറ തെക്കുംപുറത്ത് മരം മുറിക്കുന്നതിനിടെ കയർ കുരുങ്ങി തൊഴിലാളി മരിച്ചു. കരിമ്പായടക്കുറിശി സ്വദേശി ബെന്നി എന്ന രാജുവാണ് മരിച്ചത്. മരം മുറിക്കുന്നതിന് സുരക്ഷയുടെ ഭാഗമായി അരയിൽ കെട്ടിയ കയർ ശരീരത്തിൽ മുറുകുകയായിരുന്നു. മണപ്പുറം ഫിനാൻസ് ജപ്തി ചെയ്ത് പൂട്ടിയ വീടിന്റെ പൂട്ട് പൊളിച്ച് ഗൃഹനാഥിയെ അകത്തു കയറ്റി CPM പ്രവർത്തകർ. കോങ്ങാട് ചെറായിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് തച്ചമ്പാറ തെക്കുംപുറത്ത് മരം മുറിക്കുന്നതിനിടെ കയർ കുരുങ്ങി തൊഴിലാളി മരിച്ചു. കരിമ്പയടക്കുറിശി സ്വദേശി ബെന്നി എന്ന രാജുവാണ് മരിച്ചത്. മരം മുറിക്കുന്നതിന് സുരക്ഷയുടെ ഭാഗമായി അരയിൽ കെട്ടിയ കയർ ശരീരത്തിൽ മുറുകുകയായിരുന്നു. മരം മുറിക്കുന്നതിനിടെ മരക്കൊമ്പ് ചീന്തി താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ ബെന്നിയുടെ അരയിൽ കെട്ടിയിരുന്ന സുരക്ഷാ കയർ വയറിൽ കുരുങ്ങുകയായിരുന്നു. മണിക്കൂറുകളോളം മരത്തിൽ കുടുങ്ങിക്കിടന്ന ബെന്നിയെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് താഴെ ഇറക്കിയത്. ഉടൻ തന്നെ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തസ്രാവം കാരണം നില അതീവ ഗുരുതരമായിരുന്നു. തുടർന്ന് പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN മണ്ണാർക്കാട്. ചേനയ്ക്ക് അർഹമായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ആലിപ്പറമ്പിലെ കർഷകർ ഇക്കാര്യത്തിൽ പ്രയാസത്തിലാണ്. കച്ചവടക്കാർ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അർഹമായ വില നൽകാൻ തയ്യാറാവണമെന്ന് ചേന സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന സ്ഥലത്തിലൊന്നാണ് ആലിപ്പറമ്പ്. പ്രതികൂല കാലാവസ്ഥയും മറ്റു ചിലവുകളും തരണം ചെയ്ത് കൃഷി ഇറക്കുന്നവർക്ക് അർഹിക്കുന്ന വില ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂട്ടായ തീരുമാനമെടുക്കുന്നതിനാണ് കർഷകർ ചേന സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇക്കാര്യങ്ങളെല്ലാം യോഗം ചർച്ച ചെയ്തു. കച്ചവടക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും കർഷകർക്ക് അർഹിക്കുന്ന വില ലഭിക്കാൻ ഇടപെടുമെന്നും ആലിപ്പറമ്പ് കൃഷി ഓഫീസർ റജീന പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന കർഷകരുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ ചേനയുടെ വില നിയന്ത്രണമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചേന സമിതി, അതാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഒരു വില എന്ന് പറയുന്നത് ഒരു 38 രൂപയിലോട്ടൊക്കെ ആയിട്ട് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അത് കർഷകർക്ക് വളരെയധികം നഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു 45 രൂപയാണ് കർഷകർ പ്രതീക്ഷിക്കുന്ന വില. അപ്പോൾ അതിലോട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കച്ചവടക്കാർ, ഇടനിലക്കാർ പുറത്തുനിന്ന് ചേന ഇറക്കുന്നതാണ് നമുക്കിതിനും പ്രധാനമായിട്ടും വെല്ലുവിളിയായിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ കച്ചവടക്കാരായിട്ട് സംസാരിച്ച് അതിനൊരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ നമ്മളെ കർഷകരുടെ ചേനക്ക് വില കിട്ടുന്ന രീതിയിലുള്ള ഒരു സമീപനം കൊണ്ടുവരാനാണ് നമ്മൾ ഈ യോഗം പ്രധാനമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കച്ചവടക്കാരായിട്ടും നമുക്കൊരു ചർച്ച നടത്തേണ്ടതുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ എല്ലാ കർഷകരും ഈ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണ് വിത്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ വിത്ത് എടുക്കുന്നതും ആ വിത്ത് എടുത്ത് കൃഷി ചെയ്തവരാണ്. അപ്പോൾ ഈ ഒരു കച്ചവടക്കാർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ചേന എടുക്കണം, നല്ല വിലക്ക് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കച്ചവടക്കാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവർ പ്രതിഷേധ നടപടികളിലായിട്ട് പോകുമെന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു യോഗം തീരുമാനത്തിൽ വന്നിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാർ മുഖേന ചേന ഇറക്കുന്നതാണ് ഇപ്പോൾ വില ലഭിക്കാതിരിക്കാൻ കാരണം. 35 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 45 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കർഷകരെല്ലാവരും കഴിഞ്ഞ വർഷം 45 രൂപയ്ക്കാണ് വിത്ത് തന്നെ വേടിച്ചിരുന്നത്. ഇപ്പോൾ 40 ചോടെയാണ് ചേന പറിച്ചെടുത്ത് പോകുന്നത്. ആന്ധ്രയിൽ കൂടുതൽ ചേന വരവും അത് ഇടനിലക്കാർ കൂടുതലായിട്ട് ഇറക്കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ഈ പ്രശ്നത്തെ കാലവർഷം കൂടുതൽ വേണ്ട കൃഷിയുടെ നഷ്ടത്തിലാണ്. പോരാത്തത് ഇങ്ങനെ ഒരു വില വളർച്ചകൾ വരുമ്പോൾ നല്ലൊരു നഷ്ടത്തിലായിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും 45 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം, നിർബന്ധമായിട്ടും കിട്ടണം. ഈ കച്ചവടക്കാർ അവർക്ക് വിത്ത് ഞങ്ങൾ അവരേക്കാണ് വാങ്ങുന്നത്. പിന്നെ അവർ എന്തായാലും ഞങ്ങൾ പറിക്കണം. അവർക്ക് എന്തായാലും ലാഭം കമ്മിയാവുന്നില്ല. എന്തായാലും അവരോട് സഹകരിക്കണം എന്നാണ് ഞങ്ങളെ. ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചേന സമിതി പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ്, സെക്രട്ടറി ജയപ്രകാശ് എന്നിവരെ കൂടാതെ മറ്റ് കർഷകരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷമാണ് ആലിപ്പറമ്പിൽ ചേന സമിതി രൂപീകരിച്ചത്. CCN ചെർപ്പുളശ്ശേരി. മലബാറിലെ വികസന അസമത്വങ്ങൾ ചർച്ച ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസ് സെമിനാർ നടത്തും. ഓഗസ്റ്റ് 3 വണ്ടൂരിലാണ് സെമിനാർ സംഘടിപ്പിക്കുകയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ അറിയിച്ചു. വൈകിട്ട് 5 സിയന്ന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുക്കും. മലബാറിലെ ഓരോ ജില്ലകളും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യും. ഈ സെമിനാർ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി അൻവർ വ്യക്തമാക്കി. ഇന്നും സർക്കാർ ജോലികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മലബാറിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം 20% എത്തിയിട്ടുണ്ട്. 3-4 തലമുറകൾ കൈമാറി മാറിയതിന് ശേഷമുള്ളതാണ്. അപ്പൊ ഈ ഒരു പാർഷ്യാലിറ്റി അവിടെ നിലനിൽക്കുക. ഈ പാർഷ്യാലിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ ജില്ലകൾ വിഭജിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് മലബാറിന് സർക്കാർ സേവനങ്ങളിൽ സ്പെഷ്യൽ റിസർവേഷൻ വേണം. ആ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഗവൺമെന്റ് ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴും ഈ നിൽക്കുന്ന മലബാറും കൊച്ചി തിരുവനന്തപുരമായി നിൽക്കുന്ന ഈ പാർഷ്യാലിറ്റി മാറ്റി ഇവിടുത്തെ മലബാറിലെ ജനങ്ങൾക്കും സർക്കാർ ജോലിയിൽ ഒരു പരിധി വരെയെങ്കിലും അവരെ ഒപ്പമെത്തണമെങ്കിൽ മലബാറിന് റിസർവേഷൻ ആവശ്യമാണ്. തുടർന്ന് PV അൻവറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസനയാത്ര നടത്തും. മറ്റു ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി വികസനം ലഭിക്കുമ്പോൾ മലബാർ മേഖല സർക്കാർ വികസനം എത്തിക്കുന്നതിൽ ഏറെ പിന്നിലാണെന്നും ഈ വിഷയത്തിൽ പൊതുജനശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനെക്കുറിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ചുമുള്ള വർഗീയ പരാമർശങ്ങൾ പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ, അതിന്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി, ഒരു തൊഗാടിയ പോലും ഉണ്ടാവില്ല. മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു? എല്ലാ അതിരുകളും ലംഘിച്ചില്ലേ? പരമപന്നൻ. കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ചാർത്തിക്കൊടുത്ത പേര് പരമപന്നൻ അല്ലെ പറഞ്ഞ്? ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ?
CCN മലപ്പുറം. തത്തേങ്ങലം താന്നിയങ്ങാട് പുലിയുടെ ജഡം കണ്ടെത്തി. തത്തേങ്ങലത്ത് ബീച്ച് രൂപപ്പെട്ടതിനു സമീപം കുന്തിപ്പുഴയിലാണ് പുലിയുടെ അഴുകിത്തുടങ്ങിയ ജഡം കണ്ടെത്തിയത്. പുഴയിലൂടെ ഒഴുകി വന്നതാകാം പുലിയുടെ ജഡം എന്നതാണ് നിഗമനം. സംഭവസ്ഥലത്ത് വനപാലകർ എത്തി അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാകൂ എന്നും അവർ അറിയിച്ചു. CCN മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിലെ തൊടുകാപ്പ് മുതൽ മണലംപുറം വരെയുള്ള ഭാഗത്തെ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഈ കുഴികൾ കൂടുതൽ ആഴമുള്ളതും അപകടകരമാവുകയുമായിരുന്നു. ദേശീയപാതയായതിനാൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നൂറുകണക്കിന് ബസ്സുകളും ചരക്കു വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നുണ്ട്. ഈ കുഴികളിൽ വീണ് നിരവധി അപകടങ്ങളാണ് ഇതിനോടകം സംഭവിച്ചിട്ടുള്ളത്. ഇരുചക്ര വാഹന യാത്രക്കാർ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. അപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്ന് മണലംപുറം YCO ക്ലബ്ബ് ഈ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന മഴയിൽ ഈ കോൺക്രീറ്റ് തകരുകയും കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയായി. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നും യാത്രാസുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കരാട്ടെ യോഗ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ഏതൊരു പദ്ധതി, നമ്മൾ വനിതാ പ്രോജക്റ്റ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വനിതാ ഘടക പദ്ധതി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത് വനിതാ വീട് റിപ്പയർ, വനിതാ പശു, വനിതാ ആട്, വനിതാ കോഴി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഈ ഭരണസമിതി അത് ആലോചിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ മാറ്റം വരുത്തി നമ്മൾക്ക് വനിതകൾക്ക് കൂട്ടായി അങ്ങനെയാണ് നമുക്ക് ഇതുവരെ നടപ്പിലാക്കാത്ത കുറേ പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ അതിൻ്റെ മുൻപത്തെ വർഷം മുതലൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ വനിതകളുടെ പോഷകാഹാര കിറ്റ് വിതരണം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും HB കുറവുള്ള എല്ലാ സ്ത്രീകൾക്കും പോഷകാഹാര കിറ്റ് വിതരണം അതൊരു പുതിയ പ്രോജക്റ്റായിരുന്നു. പിന്നെ വനിതകളുടെ കലാകായിക സംഗമം നമ്മളൊക്കെ കുടുംബശ്രീ മുതലുള്ള ADS വാർഷിക അയൽക്കൂട്ട വാർഷികം നടത്തുന്നുണ്ടെങ്കിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ K. ജിസ പദ്ധതി വിശദീകരിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ഈ പരിശീലന പരിപാടിക്കായി വിനിയോഗിച്ചത്. മുപ്പത് ദിവസമാണ് പരിശീലനം നടന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഗിരിജ, മെമ്പർ MK ദ്വാരകനാഥൻ, ഇൻസ്ട്രക്ടർമാരായ ഡോക്ടർ P. സഞ്ജിത, രഘു, CDS ചെയർപേഴ്സൺ T. സൗമ്യ എന്നിവർ ചടങ്ങിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മണപ്പുറം ഫിനാൻസ് ജപ്തി ചെയ്ത് പൂട്ടിയ വീടിന്റെ പൂട്ട് പൊളിച്ച് ഗൃഹനാഥയെ അകത്തു കയറ്റി CPM പ്രവർത്തകർ. കോങ്ങാട് ചെറായിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കോങ്ങാട് ചെറായി സ്വദേശിനി തങ്കമ്മ മണപ്പുറം ഫിനാൻസിൽ നിന്നും 5 വർഷം മുൻപ് ഭർത്താവിന്റെ ചികിത്സാവശ്യത്തിനു വേണ്ടി 2,25,000 രൂപ വായ്പ എടുത്തിരുന്നു. 1,75,000 രൂപ പല പ്രാവശ്യമായി തിരിച്ചടച്ചു. ഇനി 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട് ജപ്തി ചെയ്ത് വീട്ടിൽ നിന്നും പുറത്താക്കുകയായിരുന്നു.
വൈകിട്ട് കോങ്ങാട് പോലീസും ഫിനാൻസ് അധികൃതരും എത്തിയാണ് വാതിൽ അടച്ചുപൂട്ടിയത്. ഇതോടെ തങ്കമ്മ വീടിന് പുറത്തിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 61 വയസ്സായ തങ്കമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ സംഭവം അറിഞ്ഞെത്തിയ CPM DYFI പ്രവർത്തകർ പൂട്ട് പൊളിക്കുകയായിരുന്നു. ഇന്ന് ഫിനാൻസുകാരും പാർട്ടി പ്രവർത്തകരും യോഗം ചേരും. CCN കോങ്ങാട്. കഥകളി നടൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 4ാം ചരമവാർഷികം ഓഗസ്റ്റ് 2-ന് ആചരിക്കുന്നു. നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആടോപയാണ്ഡവം പുരസ്കാര സമർപ്പണവും അന്ന് നടക്കും. ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ സ്വദേശം വണ്ടൂരാണ്. പക്ഷെ അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ കഴിഞ്ഞ 2021-ലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ചെയ്തവരാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ വണ്ടൂരിലെ പൗരാവലിയും കഥകളി ആസ്വാദകരും ശിഷ്യരും ചേർന്ന് എല്ലാ വർഷവും നടത്തിവരുന്ന നെല്ലിയോട് അനുസ്മരണം ഈ വർഷം TK ഗാർഡനിൽ വെച്ച് വൈകുന്നേരം 3:30-ന് നടക്കും. ഉദ്ഘാടനം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വണ്ടൂർ MLA-യുമായ AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആടോപയാണ്ഡവം പുരസ്കാരം ഈ വർഷം പ്രശസ്ത കഥകളി കലാകാരൻ തലവടി അരവിന്ദന് സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഥകളി തുടർന്ന് പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളി അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ NM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട്, കിരൺ മേലേടം, MS സാനു എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. സർക്കാർ സഹായത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം ജനതയ്ക്ക് വീടൊരുക്കാൻ മണ്ണാർക്കാട് നഗരസഭ. ആരുടെയും അനുമതി കാക്കാതെ 165 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഓരോ വാർഡിലും 5 വീടുകൾ വീതം നിർമ്മിച്ച് 4 ലക്ഷം രൂപ വീതം പൂർണ്ണമായും നഗരസഭ തന്നെ വഹിക്കും. ഏകദേശം 6 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് വായ്പ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ നഗരസഭ തേടും. ആദ്യ ഗഡുവായി 40,000 രൂപ ഉടൻ തന്നെ വിതരണം ചെയ്യും. ഇത് കേവലം ഒരു പദ്ധതിയല്ല, മണ്ണാർക്കാടിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് ചെയർമാൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോഴും MOU സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇനി കാത്തു നിൽക്കാൻ വയ്യ. അപ്പൊ നമ്മൾക്ക് ഇനി ആകെ 2-3 മാസങ്ങളുള്ളൂ. ഈ ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ്, ഇപ്പൊ നമ്മുടെ വാർഡ്സഭയിൽ വന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അത് ഈ 142-ൽ പെടാത്ത വാർഡുകളില് നമ്മളന്ന് പറഞ്ഞിരുന്നു 5-ൽ കുറയാത്ത വീടുകൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഈ ലിസ്റ്റ് അന്തിമമായി ഒരു 165 വീടെങ്കിലും. അപ്പൊ എല്ലാം ഉൾപ്പെടുമില്ല. 142-ഉം 3-4 വാർഡാണ് അത് തീരെ ഇല്ലാത്തത്. അപ്പൊ മിനിമം 5 വീടെങ്കിലും ഒരു വാർഡിൽ കിട്ടത്തക്ക രൂപത്തിൽ നമ്മൾ ഈ ലിസ്റ്റ് ക്രമീകരിച്ച് അതിൽ നിന്ന് അന്തിമ അംഗീകാരം കൊടുക്കുകയാണ്. ഇനി 4 ലക്ഷം രൂപയും മണ്ണാർക്കാട് നഗരസഭ മുഴുവനായിട്ട് കൊടുക്കും. എന്നാൽ 5 വർഷം മുൻപേ തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചതാണെന്നും ഇപ്പോഴത്തെ തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും CPM കൌൺസിലറും ലോക്കൽ സെക്രട്ടറിയുമായ മൻസൂർ കുറ്റപ്പെടുത്തി. ഇപ്പൊ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും പൊട്ടന്മാരല്ല പറയട്ടെ. ഞാൻ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ നിർത്താനാണ്. നിങ്ങള് ലൈഫ് പദ്ധതിയില് പിന്നെ വീട് കൊടുക്കാൻ ഇപ്പൊ തീരുമാനിച്ചു. അതിന് നമ്മൾ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഞങ്ങൾ 5 കൊല്ലം മുൻപ് പറഞ്ഞുകൂടി എല്ലാവർക്കും 3 പറയുന്ന 1 കൊല്ലം മുൻപ് പിന്നെ ഇതിന് സർക്കാരിലേക്ക് അയച്ചതാണല്ലോ. ആ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലേ? അപ്പൊ മണ്ണാർക്കാട്ടെ പാവപ്പെട്ട ആളുകൾക്ക് അറിയാം എന്നും കൂടി സൂചിപ്പിക്കാല്ലേ. എന്നാൽ വീട് നൽകുന്ന വിഷയത്തിൽ CPM രാഷ്ട്രീയം കലർത്തുകയാണെന്ന് കൌൺസിലർ ഷെഫീഖ് റഹ്മാൻ തുറന്നടിച്ചു. ഇതേ തീരുമാനം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ കൂടിയെടുത്ത തീരുമാനം കൌൺസിലിക്ക് വന്ന് മുഴുവൻ സംഖ്യയും 4 ലക്ഷം രൂപയും നഗരസഭ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു പോയി. അത് പ്രകാരം സർക്കാരിലേക്ക് കത്തയച്ചു, ജില്ലാ മിഷനിലേക്ക് കത്തയച്ചിട്ട് ഈ നിമിഷം വരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പൊ നടക്കാൻ ഏകദേശം ഐക്യകണ്ഠനെ വീണ്ടും ഇവിടെ തീരുമാനം എടുത്തപ്പോ രാഷ്ട്രീയ പ്രേരിതം എന്നുദ്ദേശിച്ച വാക്ക് സത്യത്തിൽ ഇവരാണ് ചെയ്യുന്നത്. ഈ ലൈഫ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഏറ്റവും ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഇവര്. കാരണം ഇത് നടപ്പിലാക്കിയ ഇവർ പറഞ്ഞ ഉദ്ദേശം തിരിച്ചടിയാവും. കാരണം സർക്കാർ തരാത്തത് കൊണ്ട് നമ്മൾ മുഴുവൻ സംഖ്യ നമ്മൾ കൊടുക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CPM ആണെന്നും ഷെഫീഖ് റഹ്മാൻ കൂട്ടിച്ചേർത്തു.
കേരള കേന്ദ്ര സർക്കാരുകൾ വീട് നൽകാൻ പണം നൽകിയില്ലെങ്കിലും മണ്ണാർക്കാട്ടെ പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ നട്ടെല്ലുള്ള ഭരണസമിതിയാണ് മണ്ണാർക്കാടുള്ളതെന്ന് കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ നട്ടെല്ലുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് ഈ നഗരസഭയുടെ ചെയർമാൻ തീരുമാനിച്ചു. ഇനി ജനങ്ങളോട് കൃത്യമായി പറയാം, ഈ കൗൺസിലർമാർക്ക് ഞങ്ങൾ വീട് കൊടുത്ത് ആദ്യത്തെ 40,000 രൂപ അവരുടെ കയ്യിൽ എത്തിച്ചിട്ട് ഈ നഗരസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്കൂ എന്ന് തീരുമാനത്തോടു കൂടി പറയാം. CCN മണ്ണാർക്കാട്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെ KSTAയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 2-ന് മലപ്പുറത്ത് മാർച്ചും ധർണയും നടത്തും. ധർണ ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയിലും സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായി നമുക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമാക്കപ്പെടേണ്ട ഫണ്ടുകൾ നമുക്കറിയാം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ തന്നെ SSKയുടെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അത് യഥാർത്ഥ പ്ലാൻ അപ്രൈസൽ ബോർഡിന്റെ ഭാഗമായി DMV ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ തലത്തിലുള്ള ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന കേന്ദ്ര ജീവനക്കാരുടെ മേഖലയിൽ നിന്നുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി അംഗീകരിക്കുക. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം. മലപ്പുറം ജില്ലയിൽ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് ബംഗ്ലാവിന് മുന്നിൽ നിന്ന് മാർച്ച് ആരംഭിക്കും. ടൗൺ ഹാളിന് മുന്നിൽ മാർച്ച് സമാപിച്ച ശേഷം ധർണ നടത്തും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് RK ബിന്ദു, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CT ശ്രീജ, സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വംഭരൻ, ജില്ലാ പ്രസിഡന്റ് അജിത്, ജില്ലാ സെക്രട്ടറി സരിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം നഗരസഭയും SM സർവർ ഉറുദു ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ഓഗസ്റ്റ് 2-ന് ശനിയാഴ്ച രാവിലെ അഖില കേരള ഗസൽ ആലാപന മത്സരം സംഘടിപ്പിക്കും. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതോടൊപ്പം മലപ്പുറത്തുകാരനായിരുന്ന പ്രശസ്ത മലയാളിയായ ഉറുദു കവി നമ്മുടെ മുണ്ടുപറമ്പ് പ്രദേശത്ത് ജീവിക്കുകയും തന്റെ ജീവിതകാലം മുഴുവൻ ഉറുദു ഭാഷയുടെ പ്രചരണത്തിന് വേണ്ടി ഈ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷ സ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവിതകാലം മുഴുവനും പ്രയത്നിച്ച സയ്യിദ് മുഹമ്മദ് സർവർ എന്ന പ്രശസ്തനായ കവിയും എഴുത്തുകാരനുമായിരുന്ന അദ്ദേഹത്തിന്റെയും സ്മരണ അനുസ്മരിച്ചുകൊണ്ടാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഇത്തരമൊരു ഗസൽ ആലാപന മത്സരം നടത്തുന്നത്. ഉറുദു ഗസൽ പ്രേമിയും സാമൂഹ്യ സാംസ്കാരിക നായകനുമായിരുന്ന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷാ പഠനം ആരംഭിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രശസ്ത ഉറുദു സാഹിത്യകാരനായ SM സർവറിന്റെയും സ്മരണാർത്ഥമാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 50-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ഷിഹാബ് തങ്ങളുടെ പേരിൽ യഥാക്രമം 20,000 രൂപ, 12,000 രൂപ, 8,000 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡും SM സർവറിന്റെ പേരിലുള്ള ഉപഹാരവും നൽകും. രാവിലെ 9 മണിക്ക് മത്സരം ആരംഭിക്കും. രാവിലെ 9 മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്യും. 14 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക. 1ാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥിക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്മാരക ക്യാഷ് പ്രൈസ് 20,000 രൂപയുടെ ക്യാഷ് പ്രൈസും, 2ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് 12,000 രൂപയുടെ ക്യാഷ് പ്രൈസും, 3ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് 8,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഷിഹാബ് തങ്ങളുടെ പേരിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം 1, 2, 3 സ്ഥാനം നേടുന്ന മത്സരാർത്ഥികൾക്ക് സയ്യിദ് മുഹമ്മദ് സർവറിന്റെ പേരിലുള്ള ഉപഹാരവും ഇതിന്റെ കൂടുതൽ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും ഉപഹാരവും സർട്ടിഫിക്കറ്റും മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രോഗ്രാം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം, സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ KP ഷംസുദ്ദീൻ തിരൂർക്കാട്, സബാഹ് വണ്ടൂർ, TA റഷീദ് പന്തലൂർ, ഷൗക്കത്ത് ഉപ്പൂടൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ സഹായത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം ജനതയ്ക്ക് വീടൊരുക്കാൻ മണ്ണാർക്കാട് നഗരസഭ. ആരുടെയും അനുമതി കാക്കാതെ 165 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഓരോ വാർഡിലും 5 വീടുകൾ വീതം നിർമ്മിച്ച് 4 ലക്ഷം രൂപ വീതം പൂർണ്ണമായും നഗരസഭ തന്നെ വഹിക്കും. ചേനയ്ക്ക് അർഹമായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ആലിപ്പറമ്പിലെ കർഷകർ ഇക്കാര്യത്തിൽ പ്രയാസത്തിലാണ്. കച്ചവടക്കാർ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അർഹമായ വില നൽകാൻ തയ്യാറാവണമെന്ന് ചേന സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് തച്ചമ്പാറ തെക്കുംപുറത്ത് മരം മുറിക്കുന്നതിനിടെ കയർ കുരുങ്ങി തൊഴിലാളി മരിച്ചു. കരിമ്പായടക്കുറിശി സ്വദേശി ബെന്നി എന്ന രാജുവാണ് മരിച്ചത്. മരം മുറിക്കുന്നതിന് സുരക്ഷയുടെ ഭാഗമായി അരയിൽ കെട്ടിയ കയർ ശരീരത്തിൽ മുറുകുകയായിരുന്നു. മണപ്പുറം ഫിനാൻസ് ജപ്തി ചെയ്ത് പൂട്ടിയ വീടിന്റെ പൂട്ട് പൊളിച്ച് ഗൃഹനാഥിയെ അകത്തു കയറ്റി CPM പ്രവർത്തകർ. കോങ്ങാട് ചെറായിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.